കാശുള്ള വീട്ടിലെ ചെക്കന്മാരെ ചാക്കിലാക്കിയാ പിന്നെ സുഖിച്ചങ്ങ് ജീവിക്കാന്ന് കരുതി അല്ലേ? എങ്കിൽ നിനക്ക് തെറ്റി. ഡി, നാളെ മുതൽ നീ ജോലിക്കൊന്നും വരണ്ട. എന്ത് മേഡം എന്നെ വരണ്ടെന്ന് പറഞ്ഞ? അല്ല, ഇവിടെ പുതിയൊരു വേലക്കാരി വന്നിട്ടുണ്ട്. അല്ല, നീ പെരുന്ന എങ്ങനെയാ? അടുക്കള മൊത്തം വൃത്തിയായിട്ട് കിടക്കുവാ, നീ ഇപ്പൊ ക്ലീൻ ചെയ്. അല്ലെങ്കിൽ നിനക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ, എപ്പോ വേണം കഴിക്കാമല്ലോ. ഓ നാശം, ഒരു വക വായ വയ്ക്കാൻ കൊള്ളൂല. ഇതുപോലെ പഠിപ്പിക്കാതെയാണോ ഇതിനെയൊക്കെ വളർത്തി വിട്ടിരിക്കുന്നത്? തൊലിവിഴപ്പുണ്ട് വീണതല്ലേ, ഇനി അനുഭവിച്ചോ. മര്യാദയ്ക്ക് സതീശ മുതലയുടെ മോളെ കെട്ടി നിൽക്കുന്ന രാജാവിനെ പോലെ നിനക്ക് ജീവിക്കായിരുന്നു. ഏവോ, നീ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. പോരാത്തതിന് ഞാൻ ഒറ്റ മോനല്ലേ. എൻ്റെ കല്യാണം നല്ല ആഡംബരമായിട്ട് നടത്താൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നത്. അതൊന്നും നടക്കാത്തതിൻ്റെ ദേഷ്യമായി കാണിക്കുന്നത്. എനിക്ക് മനസ്സിലാവും. പക്ഷെ അമ്മയ്ക്ക് എന്നൊരു മരുമോള് പോയിട്ട് ഒരു ജോലിക്കാരിയായിട്ട് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാ എനിക്ക് വിഷമം. അതൊക്കെ മാറും. പിന്നെ എന്തുണ്ടെങ്കിലും നീ എന്നോട് തുറന്നു പറയണം. അല്ല, മണി 10 ആവുന്നതിന് മുമ്പേ കയറി കിടന്നോ? ദേ, എന്റെ കാൽമുട്ടിന് നല്ല വേദന. നീ എണ്ണ എടുത്തോ, താഴോട്ട് വാ. എന്നാലും കാശിന് വകയില്ലാത്ത നീയൊക്കെ എന്റെ കുടുംബത്തിൽ കയറി വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അന്ന് നിന്നെ വിളിച്ചുകൊണ്ട് വന്നതിന്റെ അന്ന് തന്നെ 2നെ അടിച്ചിറക്കേണ്ടതായിരുന്നു. പക്ഷെ എന്റെ മോനെ ഒറ്റ എടുത്താനെ വിചാരിച്ചാൽ ഞാൻ അത് ചെയ്യാത്തത്. വീട്ടിൽ കയറ്റിയെന്ന് വെച്ച് ജീവിതകാലം മൊത്തം ഇവിടെ കയറി പൊറുക്കാന്നൊന്നും വിചാരിക്കണ്ട. എന്റെ മോന്റെ ജീവിതം നിന്റെ കൂടെ ഇല്ലാതൊക്കെ ഞാൻ സമ്മതിക്കൂല. നിക്ക്, എന്തോടി കയ്യില്? അത് അമ്മ അപ്പോയിന്റ്മെന്റ് ലെറ്ററോ? അപ്പോയിന്റ്മെന്റ് ലെറ്ററോ? അത് ഇവിടുത്തെ ടെക്നോ പാർക്കിലൊരു ജോലി ശരിയായിട്ടുണ്ട്, അതിന്റെ. ആരോട് ചോദിച്ചിട്ടായിട്ട് നീ ജോലിക്ക് വന്ന് തീരുമാനിച്ചേ? നീ ഒരിടത്തും പോകുന്നില്ല. അമ്മ, ഇത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാ, എനിക്ക് പോയേ പറ്റൂ. അമ്മ അതിങ്ങ് തന്നേ. നീ എന്റെ കൈ കയറി പിടിക്കായോടി. നീ ഇനി ജോലിക്ക് പോകണം, എനിക്കൊന്ന് കാണണം. അമ്മ എന്തിനാ അടിച്ചത്? നീ അമ്മയുടെ അടുത്ത് ഒച്ച വെക്കാറായോടാ? ഇങ്ങനെയായിട്ട് തല്ലി ചതയ്ക്കാനേ ഇവിടെ ഈ വീട്ടിലെ മരുമോളാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് ഓർമ്മയാണോ? മരുമോള് 3 നേരം കക്ഷി തിന്നാൻ വകയില്ലാത്ത ഇവളൊക്കെയാണോടാ എന്റെ മരുമോള്? ഈ വീട്ടിൽ കയറ്റിയത് തന്നെ എന്റെ വലിയ മനസ്സ്. ശരിയാ, ഇവക്ക് കാശ് ഇച്ചിരി കുറവാ. പക്ഷെ എല്ലാരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട്. കാശും അന്തസ്സുമാണ് എല്ലാം വലുതെന്ന് വിചാരിച്ചിരിക്കുന്ന അമ്മയ്ക്ക് ചിലപ്പോൾ അതൊന്നും കാണാൻ കഴിയുന്ന വരില്ല. നിർത്തടാ, നിന്റെ മഴയുടെ പുരാണമൊന്നും എനിക്ക് കേൾക്കണ്ട. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയുമെങ്കിൽ മാത്രം രണ്ടാൾക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇറങ്ങിക്കോണ്ട ഇവിടുന്ന്. ഞങ്ങളെ ഇറക്കി വിടാനേ അമ്മ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഓ, ഭാര്യക്ക് ജോലി കിട്ടി ധൈര്യത്തിന് വീട് വിട്ട് പോകാൻ പോവുകയാണല്ലേ? നിങ്ങൾക്ക് രണ്ടിനും കിട്ടുന്ന നക്കാപ്പിച്ച് വെച്ച് എങ്ങനെ ജീവിക്കാനാ? ജീവിക്കും. ഈ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാളും സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കും. സ്വന്തം മോന്റെ സന്തോഷം പോയാലും കുഴപ്പമില്ല, മരുമോളുടെ കണ്ണിലെ കണ്ണീര് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ഉറക്കം ഞങ്ങൾ എങ്ങനെ ജീവിക്കാനാ? പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ അമ്മ മനസ്സിലാക്കണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്രയും നാളിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും അമ്മയെ പറ്റി ഇവിടെ മോശം പറഞ്ഞിട്ടില്ല. ഇവിടെ അമ്മ ഇങ്ങനെ കിട്ടി ദ്രോഹിക്കുന്നത്. വലിയ ആവശ്യത്തിന് പോവാൻ നിൽക്കുക. ഇവരൊക്കെ എങ്ങോട്ട് പോവാനാ? അല്ല, നിങ്ങൾ എങ്ങോട്ടോ ബാഗൊക്കെ ആയിട്ട്? ഞാനും പോവാ. പോകുന്നോ? നിങ്ങൾക്ക് എന്താ വട്ടായോ? ഇത്രയും കാലം നിന്നെ സഹിച്ച് ജീവിച്ച എനിക്ക് വട്ട് തന്നെ. ഞാനിത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എന്റെ മോനെ ഓർത്തിട്ട് മാത്രമാ ചെയ്യായിരുന്നേ. ഇപ്പൊ അവൻ തന്നെ പോകുന്ന സ്ഥിതിക്ക് ഞാൻ മാത്രമായിട്ട് എന്തിനാ ഇവിടെ? ഓ, അപ്പൊ എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് തെരുവിലേക്ക് ഇറങ്ങാൻ പോവാണോ? പോണെന്നുള്ളവരെല്ലാം വെക്കോ. എടീ, നീ ഇനി അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഇത്രയും കാലം എല്ലാവരെയും ഭരിച്ചും മെക്കെട്ട് കയറിയും പണമാണ് എല്ലാം എന്ന് കരുതി ജീവിച്ചില്ലേ? ഇനി നീ ബന്ധങ്ങളുടെ വില എന്താണെന്നറിയും. ഇത്രയും കാലം നീ നല്ലൊരു ഭാര്യയായി ജീവിച്ചില്ല. എന്റെ മോന് നല്ലൊരു അമ്മയാവാനും കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള കാലം ഒറ്റയ്ക്ക് ജീവിക്കും. വാടാ മക്കളെ. സ്വന്തം മോന്റെ സന്തോഷം പോയാലും കുഴപ്പമില്ല, മരുമോളുടെ കണ്ണിലെ കണ്ണീര് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ഉറക്കം നിങ്ങൾ എങ്ങനെ ജീവിക്കാനാ? ഇത്രയും കാലം നീ നല്ലൊരു ഭാര്യയായി ജീവിച്ചില്ല. എന്റെ മോന് നല്ലൊരു അമ്മയാവാനും കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള കാലം ഒറ്റയ്ക്ക് ജീവിക്കും.
അച്ഛാ, അമ്മയാണ് വിളിക്കുന്നത്. സ്പീക്കറിലിട്. എടാ മോനെ, നീ എന്നോട് ക്ഷമിക്കടാ. എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. മോളെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കൂല. മരുമകളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുള്ള ഇതേ നാട്ടിൽ മരുമകളെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കാണുന്ന അമ്മമാരുണ്ടെന്നറിയുന്നത് തികച്ചും വേദനാജനകമാണ്. ഇത്തരം അമ്മമാർ മരുമകളെ വേദനിപ്പിക്കുന്നതിനോടൊപ്പം അറിഞ്ഞോ അറിയാതെയോ സ്വന്തം മകന്റെ സന്തോഷവും സമാധാനവും കൂടി അവിടെ തകർത്തെറിയുന്നു. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ പല വിവാഹമോചനങ്ങളുടെയും പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. സ്ത്രീധനത്തിന്റെ പേരിലും അടുക്കളയിലെ അധികാരത്തിന്റെ പേരിലും മകന്റെ മുകളിലുള്ള ആധിപത്യം കുറഞ്ഞു പോകുമോ എന്ന പേടിയുടെ പേരിലുമെല്ലാം മരുമകളുമായി ഉരസുന്ന അമ്മായിയമ്മമാരെ നമുക്ക് ചുറ്റും കാണാം. ഇത്തരമൊരു അമ്മായിയമ്മയുടെ താളത്തിന് തുള്ളുന്ന മകനാണ് ഭർത്താവെങ്കിൽ ആ പെൺകുട്ടിയുടെ പ്രശ്നങ്ങൾ വീണ്ടും ഗുരുതരമാകും. അമ്മായിയമ്മ മരുമകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലും തീരുമാനങ്ങളും അമിതമായി കടന്നുകയറ്റം നടത്തുന്നതും ചില വീടുകളിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. മരുമകൾ ചെയ്യുന്നതിലെല്ലാം കുറ്റം കണ്ടുപിടിക്കുന്ന അമ്മായിയമ്മമാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രതീക്ഷയോടെ കയറി വന്ന ആ പെൺകുട്ടിക്ക് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അല്പം സമയമെടുക്കും. ഒരു പെൺകുട്ടി വിവാഹിതയായാൽ അവൾ അവളുടെ അച്ഛനും അമ്മയുടെയും കൂടെ ചിലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഭാഗം ജീവിതവും ജീവിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ അവൾക്കൊരിക്കലും മാതാപിതാക്കളുടെ അസാന്നിധ്യം തോന്നാത്ത വിധം അവളെ സ്നേഹിക്കേണ്ടത് ഇനി മുതൽ നിങ്ങളാണ്. അമ്മായിയമ്മ മരുമകൾ എന്നാൽ പോരടിക്കണമെന്ന സ്ഥിരം പല്ലവി കാറ്റിൽ പറത്തിക്കൊണ്ട് നല്ല കൂട്ടുകാരായി ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നവരും നമുക്കിടയിലുണ്ട്. ജീവിതം അതൊന്നേ ഉള്ളൂ. അതൊരിക്കലും വെറുത്തും കലഹിച്ചും പോരടിച്ചും തീർക്കാനുള്ളതല്ല. ഉള്ളു തുറന്ന് സ്നേഹിച്ചും സന്തോഷിച്ചും ആസ്വദിക്കാനുള്ളതാണ്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. അമ്മായിയമ്മയും മരുമകളും തമ്മിലുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളും അത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ പലരുടെയും ജീവിതത്തെ പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന